എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. സൗമിനി, പോസ്റ്റ്. ബാങ്കിലത്തെ കടലാസാണെങ്കിൽ ഒപ്പിട്ട് വാങ്ങാൻ കുമാരേട്ടൻ ഇവിടെ ഇല്ല. കുറച്ച് ദിവസമായി പോയിട്ട്. ആരോ കാണാൻ പോയതാ. അതിനിത് കുമാരേട്ടനുള്ള കത്തൊന്നും അല്ല. കുമാരേട്ടൻ നിങ്ങൾക്ക് അയച്ച കത്താ. കുമാരേട്ടൻ എനിക്ക് കത്തയക്കേ? കുമാരനൊരാഗ്രഹം തോന്നി കാണും. കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇമെയിൽ അയച്ചേനെ. എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. സമ്പന്ന കുടുംബത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോൾ തനിക്ക് എന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ സന്തോഷകരമായ ഒരു ജീവിതം തനിക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. നേടിയതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം കൂടുതൽ നഷ്ടത്തിലാണ് കലാശിച്ചത്. എന്നോട് പൊറുക്കണം. വേറെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു. കാലമെല്ലാ മുറിവുകളും ഉണക്കുമെന്ന പ്രത്യാശയോടെ. സ്നേഹപൂർവ്വം, കുമാരൻ. ഗോപാലേട്ടൻ നല്ല കടുപ്പത്തിലുള്ള ചായ. നിനക്ക് ചായ തരാൻ എനിക്കിപ്പോ സൗകര്യമില്ല. അതെന്താ? നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിരിക്കേ. അപ്പോഴേക്കും 2-3 ആൾക്കാര് വരും. 2 ചായക്ക് വെള്ളം ചൂടാക്കിയാലേ എനിക്ക് മുതലാവൂല. ഗോപാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെ പറയണമെന്നാ പറയുന്നത്? എടോ, ഞാനൊരു സ്വകാര്യ ദുഃഖം പറഞ്ഞതേ ഉള്ളൂ. അതെ, നാളെ ഇഡലിക്കിടാൻ ഉഴുന്നുപരിപ്പ് തീർന്നു. മനുഷ്യന്റെ പരിപ്പിളയിരിക്കുമ്പോൾ അവളുടെ ഒരു ഉഴുന്നുപരിപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലട്ടാ. അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ചൂടായതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. നിനക്ക് അറിഞ്ഞൂടെ, ആ കരിങ്കില്ലി പണിക്കാരി പോയ പിന്നെ ഒരു ഈച്ച എങ്ങാട് കേറിയിട്ടില്ലെന്ന്. പിന്നൊറ്റ സമാധാനേ ഉള്ളൂ. വാകേറിയ ദൈവം കുണ്ടംപുരിയും പാരുമ്പോഴും തരാതിരിക്കില്ല. ഗോപാല, അറിഞ്ഞില്ലേ എന്ത്? നമ്മുടെ കാട്ടിപ്പറമ്പിൽ കുമാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. നിർത്തേ. ഇതേ ഇപ്പൊ കൊട്ടാനും പാടാനുള്ള നേരമല്ല. എന്തോ അറിഞ്ഞില്ലേ, നമ്മുടെ കുമാരൻ മരിച്ചു. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളകിയിട്ടുണ്ടല്ലോ. കുട്ടപ്പാ, എങ്ങോട്ടാ എല്ലാരും കൂടെ ജാതിയായിട്ട്?
അതാ അണ്ണാമാധവന്റെ ശബ്ദമാണല്ലോ. അയാള് മരത്തേലുണ്ടോ? ആ അതെ അണ്ണായി. അണ്ണാനെ നീ അറിഞ്ഞാ നമ്മുടെ കാട്ടിലെ കുമാരൻ കൂട്ടിലെ വടിയടാ. നമ്മുടെ കാട്ടിപ്പറമ്പ് കുമാരൻ വഴിയായി പോയെന്ന്. എന്ത് നമ്മുടെ കുമാരനോ? നിക്ക് ഞാൻ വരുന്നു. ഇറങ്ങി വാ, ഇറങ്ങി വാ. കള്ളന്മാരെ കേടികളെ കമണ്ടടിക്കാരെ ബില്ലാളികളെ നിന്നെ കാണാനിരിക്കായിരുന്നു. നിന്നോട് ഒരു കാര്യം പറഞ്ഞതാ. നിക്കില്ല കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചേട്ടന്റെ വീട്ടിൽ അടിച്ചു മാറ്റി സൈക്കിളല്ല, ബസ് സ്റ്റാൻഡിൽ പൊക്കിയതാ. അവൻ ദേ പോണ്. നീ പോടാ, നീ ഒന്നും നന്നാവൂല. നിങ്ങൾ ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. ആ മഴ ഇങ്ങി താടാ അണ്ണാനെ. നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അതൊക്കെ അതാ അണ്ണാനെ, ആ പുറകെ വരുന്ന മണിയനെ ഒന്ന് സൂക്ഷിക്കണം. അവന്റെ കാല് സദാസമയം ഉറക്കാത്തതാ. കുട്ടപ്പ നീ നിന്നെ നോക്കിയാൽ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. ആരാ പോയേ? കണ്ട മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് നനഞ്ഞേനെ. നീന്തിക്കാറി വാടാ കഴുതേ. ഞാനുണ്ട്. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ. സത്യം വെള്ളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഞാനാണ് സഖാവ് ബാബു. കേൾക്കുന്നുണ്ടോ? അല്ല അപ്പൊ മാവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? തെക്കാലോ മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ? മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനിയും നേരമുണ്ട്. ആദ്യം ബോഡി ഇങ്ങോട്ട് എത്തട്ടെ. ഒരു നോക്ക് കാണാന്നും പറഞ്ഞോണ്ട് ഓടി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കളത്തിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു. നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല. ഞാൻ ഇന്ത്യക്കാരൻ. കേന്ദ്രം കടം വാങ്ങിച്ചാലും ഞാൻ ഇതിനാ കൊടുക്കുന്നേ. ഞാൻ എപ്പോ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ എന്താ പോംവഴി സഖാവ്? സഖാവ് എന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ? മേലെ വാര്യത്തെ അമ്മണിയമ്മ കിണറ്റിൽ ചാടിച്ചെത്തപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ. ഇത് അങ്ങനെ അല്ലല്ലോ. ഇത് ആരെ കൊണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ. ആരാ ബെല്ലടിച്ചത്? ഞാനാ, ആ 1000 റുപ്പീസിന്റെ നോട്ട് തന്ന പാസഞ്ചർ. ഇനി എന്റെ ബാക്കി കാശ് തന്നിട്ട് വണ്ടി പോയാ മതി. തന്നോടാണ് ബെല്ലടിക്കാൻ പറഞ്ഞത്? അതിലൂടെ ഞാനും കിളിയൊക്കെ ഉണ്ട്. ഓ, ബെല്ലടിക്കുന്നത് റോക്കറ്റ് വിടുന്ന പണിയൊന്നുമല്ലല്ലോ. താൻ ബാക്കിതാ. 5 രൂപ ടിക്കറ്റിന് 1000ന്റെ നോട്ട് തന്നിട്ട് ചുമ്മാ വർത്താനം പറയാ. 5 രൂപ ടിക്കറ്റിന് 1000 രൂപയുടെ നോട്ട് തന്ന എന്നോട് 1 റുപ്യക്ക് പോലും വകയില്ലാത്തവരോടൊന്നും പോലെ പെരുമാറുക. ഇന്നാ തന്റെ 1000 രൂപ താനൊന്ന് ഇറങ്ങി തന്നാ മതി. അങ്ങനെ വഴിക്കുക. ഞാനിത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടം 995 രൂപ. താനിത് തിരിച്ചു തന്നുകൊണ്ട് തനിക്ക് നഷ്ടം വെറും 5 രൂപ. തൽക്കാലം ഇങ്ങനെ ഒരാൾ ബസ്സിൽ കയറിയില്ലെന്നങ്ങ് സമാധാനിച്ചാ മതി. വരട്ടെ, തന്റെ 5 രൂപ ഞാൻ തിരിച്ചു പോകുമ്പോൾ തരാം. ആ റൈറ്റ്. എവിടെ നിന്ന് വരുന്നടേ? കുറച്ച് കിഴക്കുന്ന 1000 രൂപക്കാരൻ. 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് കണ്ടില്ലേ? അതുപോലെ അതും പിടിച്ചോണ്ട് നടന്നോ, ചെലവാക്കണ്ട. ഇത് ഏത് സ്ഥലം? അതെ, അവിടെ എന്താ ഒരാൾക്കൂട്ടം? വല്ല കല്യാണമാണോ? നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും കരയോ? കരയും. കല്യാണ പെണ്ണ് കരയും. അത് കല്യാണ പെണ്ണ് മാത്രമല്ല കരയും. നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എല്ലാരും ഓടിട്ടാ പോവാ. ആ, ഈ സദ്യ തീർന്നു പോകുന്നു ഭയന്നിട്ട് മിക്കവരും ഓടിയിട്ടാ പോകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓട്ടമല്ല. ആരെങ്കിലും മരിച്ചാ? എന്നാ പിന്നെ അതാ ഉണ്ടായത്. കുമാരൻ മരിച്ചു. കുമാരൻ മരിച്ചോ? എപ്പോ? കുമാരനെ അറിയോ? അറിയില്ല. ഏത് കുമാരനാ? എന്നാ പിന്നെ നിങ്ങളെന്തിനാ ഞെട്ടിയത്? അല്ല, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടണമല്ലോ. അല്ല, ഞെട്ടാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലോ. അല്ല, എന്നാ ഞാൻ ഈ നാട്ടുകാരനാ. ഞങ്ങൾ ഞെട്ടിക്കോളാം. ഓ, ഈ നാടിന്റെ പ്രിയപ്പെട്ട കുമാരൻ വെറുതെ ഒന്നും മരിച്ചല്ല, ആത്മഹത്യ ചെയ്താ. അതും അജ്ഞാതനായിട്ട്. മനസ്സിലായില്ലേ? അല്ല, നിങ്ങളങ്ങോട്ട് വരണില്ലേ? ഞാൻ വരണോ? ആ, വരീന്ന്. നിങ്ങളെ പോലത്തെ ഒരാൾ നമ്മുടെ കൂടെ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആണോ? ആ, ശരി.
അല്ല മൂപ്പർക്ക് ഈ അജ്ഞാതനായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? കടും ബാധ്യമൊക്കെ നമുക്കുണ്ട്. എന്നിട്ടും നമ്മളൊന്നും അജ്ഞാതരല്ലോ. അതെ. എന്താ പറയാ, ഓരോ യോഗം. എന്ത് രോഗോ? രോഗമല്ലടോ, യോഗം. ഞാൻ വിചാരിച്ചു രോഗം പിടിപെട്ടാണ് കുമാരൻ മരിച്ചതെന്ന്. കടങ്ങളൊക്കെ കുറെ വീട്ടിൽ കഴിഞ്ഞതാ. ആർക്കും 1-2 പേർക്കേ ബാക്കിയുള്ളൂ എന്ന് വെച്ച് ഇതാ ചെയ്യാ. ബോഡി എപ്പോഴാ എത്തുക എന്നുള്ള വിവരമെല്ലാം ഉണ്ടോ മാഷെ? അതിന് എവിടെ വെച്ച സംഭവം നടന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒന്നും അറിയില്ലല്ലോ. എന്തൊക്കെയായാലും ഒന്നുകൂടെ ആലോചിക്കായിരുന്നു കുമാരന്. സത്യത്തിൽ എന്തായി കുമാരന് സംഭവിച്ചത്? അതെ, പ്രശ്നം എന്തായാലും ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത ആ പ്രശ്നം തീരൂലേ? പിന്നെ ഇല്ലേ? അത് ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്ത തീരുമാനമല്ല ഉണ്ടാവുന്ന യുദ്ധമാണ്. അത് വാസ്തവ. പക്ഷെ കുമാരന്റെ കാര്യത്തില് വായില് കൈയിട്ടാ കടിക്കാത്തവനാ.